ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഇത് സങ്കീർത്തന പുസ്തകത്തിനുള്ള വായനയാണ്. 34-ാം അധ്യായം 5-ാം തിരുവചനം. എന്താ നമുക്ക് നോക്കിയാലോ. നമുക്ക് മനസ്സൊക്കെ തളരുമ്പോൾ ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിന് ധൈര്യവും ശക്തിയും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വചനത്തിലേക്ക് കടക്കാം. അന്വേഷിക്കുന്നവർ തന്നെ കണ്ടെത്താൻ താൻ തന്നെ ഇടയാകുമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം അതുപോലെ പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്നു ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പലരുടെയും ജീവിതത്തിലെ ആത്മീയ പ്രയാണം തുടങ്ങാത്തതിന് കാരണം അന്വേഷിച്ചു തുടങ്ങിയില്ല എന്നതാണ്. എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടതെന്ന കാര്യം പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ദൈവത്തെ അന്വേഷിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെയാണ്. ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവരാജ്യം അന്വേഷിക്കുക എന്നതിനർത്ഥം ദൈവത്തെ അന്വേഷിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല എന്നുള്ളത്. ദൈവത്തെ നോക്കിയവരാണ് പ്രകാശിതരായത്. തിരുമുഖ ശോഭയാൽ തൻ്റെ മുഖവും ഹൃദയവും പ്രകാശിതമാക്കണമെന്ന് കരുതുന്നവർ തിരുമുഖത്തേക്ക് നോക്കണം. അവർ ലജ്ജിതരാവുക ഇല്ലെന്നാണ് തിരുവചനം പറയുന്നത്. അതിനർത്ഥം അവർ തീർച്ചയായും നാണിച്ച് പിന്മാറേണ്ടി വരികയില്ല. അവർ ദൈവസ്നേഹം അനുഭവിക്കുക തന്നെ ചെയ്യും. സ്നാപയോഹന്നാൻ്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് യേശുവിനോട് ചോദിച്ചു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? യേശു പറഞ്ഞു, വന്നു കാണുക. യോഹന്നാൻ പരിചയപ്പെടുത്തിയ ദൈവമായ യേശുവിനെ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവനും ആയ യേശുവിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ വന്നു കാണേണ്ടതുണ്ട്. ദൈവത്തിന് പക്ഷപാതമില്ല. തന്നെ അന്വേഷിക്കുന്ന എല്ലാവരും തന്നെ അറിയാൻ ദൈവം ഇടയാക്കും. ദൈവം പറയുന്നുണ്ട്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ദൈവത്തെ അന്വേഷിക്കണം, അല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ നമ്മൾക്ക് വിളിച്ചപേക്ഷിക്കാം. ദൈവം നമ്മൾക്ക് അതിനുള്ള ഉത്തരം തരുന്നതാണ്. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.